വെൽക്കം ബാക്ക് ടു നാസിനൈൻസ് ഫാമിലി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്നലെ വാങ്ങിച്ചിട്ട് എല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ഓർത്തു ഇതൊക്കെ ഒന്ന് എന്താ പറയുക കറക്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വെക്കാമെന്ന്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതിയ ഡ്രസ്സോ എന്ത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാലും അത് പെട്ടെന്ന് ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ഓർഡറിലല്ലാതെ വെച്ചേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വേഗം എല്ലാം ഒന്ന് പ്ലേസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന മഗ്ഗാണ്. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ജാറുകളൊക്കെ ഞാൻ കിട്ടുന്ന ആ ഒരു പ്ലേസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പൊക്കെ ആവാനായതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുമല്ലോ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ബോട്ടിൽ തൽക്കാലം ഞാൻ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ജ്യൂസ് ഗ്ലാസ്സൊക്കെ ഒരു ഏരിയയിലേക്ക് മാറ്റി കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യത്തെ എല്ലാ ഗ്ലാസ്സുകളെടുത്ത് മാറ്റിയ ശേഷം ഇത് മാത്രം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതേപോലെയുള്ള മഗ്ഗുകളൊക്കെ ഇങ്ങോട്ട് വെച്ചു കേട്ടോ. ചായ കുടിക്കാൻ ഉപയോഗിക്കുന്ന അത് വേറെ തന്നെ വെച്ച് കൊടുത്തു. ഇത് പിന്നെ എൻ്റെ കയ്യിലുള്ള തന്നെയാണ് കേട്ടോ. ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച നേരത്തെ മഗ്ഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെയറാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇവിടെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇതും നല്ലൊരു മഗ്ഗാണ്. ഇതിൻ്റെ കളറും എനിക്കിഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ഡെക്കറേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു കപ്പും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. പിന്നെ ഇത് നമ്മളെ ജഗ്ഗാണ് കേട്ടോ. ഇനി എല്ലാ സാധനങ്ങളും പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഫുഡ് ജാറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കടലയാണ് ഫില്ല് ചെയ്യുന്നത്. ഇനി ഫില്ല് ചെയ്തതിനൊക്കെ കറക്റ്റ് പ്ലേസ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇനി ഇതേപോലുള്ള സ്പൈസസ് ഒക്കെ റീഫിൽ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നോമ്പിന് ഇനി കുറച്ച് ദിവസം കൂടെ അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇതേപോലെ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യമൊക്കെ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ മേടിക്കാറ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തവണ ഞങ്ങൾക്ക് മഞ്ഞൾപ്പൊടി നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളവർ ജസ്റ്റ് അവരെ വീട്ടിലുണ്ടായത് ഉണക്കി പൊടിച്ചിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി 2 പാക്ക് നമ്മൾ വാങ്ങിച്ചാണ്. ഇവിടെ ഇങ്ങനെ ഇതേപോലെ ലൂസായിട്ടും മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിന് മുന്നൊക്കെ നമ്മളിതൊക്കെ വാങ്ങിച്ച് പൊടിച്ച് ഉണക്കി പൊടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി മതിയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത്. ഇങ്ങനെ പാക്കറ്റിൽ വരുന്നത് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. പക്ഷെ നല്ല പൊടികളാണ്. അങ്ങനെ എന്താ പറയുക കറിയൊക്കെ വെച്ച് കഴിഞ്ഞാലും ഭയങ്കര പൊടിക്കൊന്നും അങ്ങനെ ഒരു കുത്തലൊന്നും ഇല്ലാത്തൊരു ടൈപ്പാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാറുണ്ട്. നല്ല പൊടികളാണ്. എനിക്കൊന്നും മഞ്ഞൾപ്പൊടി ഞങ്ങൾ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ നെയ്ബറാണ് തരാറുള്ളത്. അപ്പോൾ അവരിത് ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിനെ ഇപ്പോഴാണ് റീഫിൽ ചെയ്ത് മാറ്റി വെക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇനി ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും എടുക്കാറുള്ളത്. ഏലക്ക, അതേപോലെ പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകം, ബേ ലീഫ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കും കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ആകുമ്പോൾ നന്നായിട്ട് പൊടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. നല്ല ചൂടിൽ പോയിട്ട് പൊടിക്കാൻ പാടില്ല. അപ്പോൾ ഈ ചൂടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യുന്നത് ഒന്നിൽ വലിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഈ ഒരു ഫുഡ് ജാറിലേക്ക് മാറ്റി കൊടുക്കണേ. നെക്സ്റ്റ് കുരുമുളക് പൊടി കേട്ടോ, പെപ്പർ, പിന്നെ അതേപോലെ ഗരം മസാല, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇങ്ങനെ കോക്കനട്ട് ഓയിൽ ഇതിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ആദ്യം ഞാനതൊന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാടുള്ള ക്വാണ്ടിറ്റി ആകുമ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഡെയിലി എടുക്കുന്ന ബോട്ടിൽസ് അല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറ്. എന്നിട്ട് ഇതിൽ നിന്നൊരു ചെറിയ പോർഷൻ വേറൊരു ബോട്ടിൽ ഇതേപോലെയുള്ള ഏരിയയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ ഡെയിലി എനിക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെയാണ് വെക്കാറുള്ളത്. ഇനി വെജിറ്റബിൾസിനെ ഇതേപോലെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ ഗ്രേപ്സും അതേപോലെ ആപ്പിളും അങ്ങനത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ കുറച്ചുകൂടെ നല്ല ബോക്സുകൾ ഇനി വാങ്ങിക്കണം എന്നുള്ളത്. അപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ സ്പൈസസ് റീഫില്ലിങ്ങും അതേപോലെ ചെറിയൊരു ഓർഗനൈസിങ് വീഡിയോ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ ജോലിയും കൂടെ ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിശപ്പായി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.